നമസ്കാരം. ആദിമലയാളത്തിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ മലയാള ഭാഷയുടെ പ്രാചീന സാഹിത്യരൂപം എന്നുള്ള നിലയിൽ പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും പാട്ടുപ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതി എന്നുള്ള നിലയിൽ രാമചരിതത്തെക്കുറിച്ചും വിശദമായിട്ട് സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും മത്സര പരീക്ഷകളിലൊക്കെ ചോദ്യം വരുമ്പോൾ കുറച്ചും കൂടി മൈനർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കാമെന്ന്. അതൊരു പൊതു വീഡിയോ ആയിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള വിവരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാള ഭാഷ പഠിക്കുന്ന, മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഇതേ വിഷയത്തിൽ നിന്ന് മിക്കവാറും ആവർത്തിച്ച് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങളെ പരിചയപ്പെടുകയും അവയ്ക്കുള്ള കൃത്യമായ ഉത്തരങ്ങൾ വിശദീകരണത്തോടു കൂടി പങ്കുവെക്കുകയുമാണ്. അപ്പോൾ നിങ്ങൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതുവരെയും പാട്ടുപ്രസ്ഥാനത്തെക്കുറിച്ചും രാമചരിതത്തെക്കുറിച്ചുമുള്ള നമ്മുടെ മുൻ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായി അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക. കാരണം അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നമുക്ക് സമയം ഒരുപാട് പോകുന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും UGC നെറ്റ് പരീക്ഷയെ മുൻനിർത്തിയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് 2004 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെയുള്ള ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എടുക്കുന്നു. അതിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയാത്ത കാര്യങ്ങളാണെങ്കിൽ മാത്രം വിശദീകരിച്ച് പറയുന്നു. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാം. രാമചരിതവുമായി ബന്ധപ്പെട്ടും പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടും മിക്കവാറും പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് പൊതു സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്ന് മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളിൽ തന്നെ മുൻനിർത്തി ഒന്ന് വിശദീകരിക്കാനും അത് ഏത് രീതിയിലാണ് അതിനെ ഒന്ന് സമീപിക്കേണ്ടതെന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാമചരിതം അല്ലെങ്കിൽ പാട്ടുപ്രസ്ഥാനം എന്ന് പറയുന്നത് മണിപ്രവാള സാഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ലീലാതിലകം എന്ന് പറയുന്ന മണിപ്രവാള ലക്ഷണ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലേ, പരാമർശിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്താണ് എന്ന്, അതിൻ്റെ വ്യാഖ്യാനം എന്താണ് എന്ന്, അത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന്, അതായത് ലീലാതിലകവും പാട്ടുപ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊന്ന്, പാട്ടുപ്രസ്ഥാനവും രാമചരിതം എന്ന് പറയുന്ന കൃതിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ പാട്ടുപ്രസ്ഥാനത്തിലെ ഇന്ന കാര്യങ്ങൾ ഇത് പാലിക്കുന്നുണ്ടോ, എന്തൊക്കെയാണ് പാലിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പാട്ടുപ്രസ്ഥാനത്തിൻ്റെ പൊതു സവിശേഷതകൾ പാലിച്ചിട്ടുള്ള പാട്ടുകൃതി ഏതാണ്, തുടങ്ങി ഇവ തമ്മിലുള്ള ബന്ധത്തെ സാധൂകരിക്കുന്ന, അത് ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളുണ്ടാവും. പിന്നെ പൊതുവിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റൊരു കാറ്റഗറി ചോദ്യം എന്ന് പറയുന്നത് രാമചരിതം എന്ന് പറയുന്ന കൃതിയെ മുൻനിർത്തി അത് പഠിച്ച ആളുകൾ ആരൊക്കെയാണ്, അതിനെക്കുറിച്ച് നിരൂപണങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്, അവർ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാദങ്ങൾ എന്തൊക്കെയാണ്, അതതിൻ്റെ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒരു സെറ്റ് ചോദ്യങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നതും മാച്ച് ദി ഫോളോയിങ് അടക്കമുള്ള ചോദ്യങ്ങൾ വരുന്നതുമാണ്. മറ്റൊന്ന്, പൊതുവായിട്ടുള്ള സവിശേഷതകൾ, ഇപ്പോൾ ഭക്തിയുമായി ബന്ധപ്പെടുത്തി രാമചരിതത്തിനെ എങ്ങനെ കാണാം, നിരണം കവികളുമായി ബന്ധപ്പെടുത്തി രാമചരിതത്തിനെ എങ്ങനെ കാണാം തുടങ്ങി മറ്റ് സാഹിത്യ പ്രസ്ഥാനങ്ങളുമായി രാമചരിതത്തെ ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങൾ. പിന്നെ ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് രാമചരിതത്തിൻ്റെ കർത്താവായിട്ടുള്ള ശ്രീരാമനെ സംബന്ധിച്ച് വ്യത്യസ്തരായിട്ടുള്ള നമ്മുടെ വിമർശകർ പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. വേറൊരു ഏരിയ എന്ന് പറയുന്നത് രാമചരിതം എന്ന് പറയുന്ന കൃതിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പഠനങ്ങളുടെയും പുസ്തകങ്ങളുടെയും പേരുകൾ, അതിൻ്റെ ഓതേഴ്സ് ആരൊക്കെയാണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളെ ജനറലി ഈ ഒരു ഏരിയയിൽ നിന്ന് വരാറുള്ളൂ. പക്ഷേ കുറച്ച് സൂക്ഷ്മമായിട്ടായിരിക്കും ചോദിക്കുക, ഒരിക്കലും ഡയറക്റ്റ് ചോദ്യം വരുന്നുണ്ടാവില്ല. പലപ്പോഴും ഇങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കുന്ന പോലെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ചിലത് ഞാൻ ചോദ്യങ്ങൾ പറയാം, ചിലത് ജനറലി എന്തൊക്കെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടരാം അല്ലേ. 2004 നെറ്റ് പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യം ഇതായിരുന്നു. ഞാൻ ഓപ്ഷൻസ് ഒന്നും പറയുന്നില്ല, ചോദ്യം ഇത്രയാണ്: രാമചരിതത്തിന് ഗ്രന്ഥത്തിൽ കാണുന്ന പേരെന്താണ് എന്നുള്ളത്. അപ്പം നമുക്കറിയാവുന്ന അല്ലെങ്കിൽ അറിയേണ്ടുന്ന ഒരു കാര്യമാണ്, രാമചരിതം എന്ന് പറയുന്ന ഒരു പുസ്തകമായിട്ടല്ല നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളത്. താളിയോലകളിൽ നിന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നമുക്ക് കണ്ടെത്തപ്പെട്ട് കിട്ടിയിട്ടുള്ള ഒരു പാട്ടുകൃതിയാണ് നമ്മുടെ രാമചരിതം എന്ന് പറയുന്നത്. ഈ രാമചരിതം എന്ന പേര് നമ്മളായിട്ടിട്ട പേരാണ്, അല്ലാതെ ആ കൃതിക്ക് നമ്മളിപ്പോൾ എഴുതുന്ന പോലെ ഒരു കവിതയ്ക്ക് തലക്കെട്ടിട്ട് വെക്കുന്നത് പോലെ രാമചരിതകാരൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പേര് കൊടുത്തത് നമ്മളാണെന്ന് പറയുമ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ അത് ഹെർമൻ ഗുണ്ടർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹമാണ് അത് കണ്ടെത്തിയത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെർമൻ ഗുണ്ടർട്ട് രാമനെ കുറിച്ചുള്ള കൃതിയാണ് എന്ന കാരണത്താലാണ് ഈ രാമചരിതം എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്തിരുന്ന പേര്. ആ പേരാണ് പിൽക്കാലത്ത് നമ്മൾ പറഞ്ഞ് രാമചരിതം എന്നുള്ള മട്ടിലേക്ക് മാറിയത്. നിങ്ങൾക്ക് അറിയാലോ അല്ലേ, 2 എന്നുള്ളതിന് പകരം നമ്മൾ 2 എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളത്. അപ്പോൾ അതുപോലെയാണ് ഈ രാമചരിതം എന്നുള്ളത് രാമചരിതം എന്നുള്ള പേരിലേക്ക് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിൻ്റെ ഉത്തരം ഈ രാമചരിതം എന്നുള്ളതാണ് കേട്ടോ.
2005 വന്നിട്ടുണ്ടായിരുന്ന മറ്റൊരു ചോദ്യം, രാമചരിതത്തിലെ ഭാഷ തമിഴ് ഭാഷയാണെന്ന് വാദിച്ചവരാരാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം, ഇത് വേറൊരു പാറ്റേൺ ആണ്. രാമചരിതത്തിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ മലയാളമാണോ, തമിഴാണോ, മിശ്ര ഭാഷയാണോ, അതോ അന്ന് നിലനിന്നിരുന്ന സാഹിത്യ ഭാഷയാണോ എന്നുള്ള കാര്യത്തിൽ ഒരുപാട് തർക്കങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാമചരിതത്തെക്കുറിച്ച് പഠിച്ച ആദ്യകാലത്തിലെ എല്ലാ പണ്ഡിതന്മാരും ഗവേഷകരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും സംവാദങ്ങൾ നടത്തുകയും വാദപ്രതിവാദങ്ങൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരും പറഞ്ഞ വാദങ്ങൾ അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമുക്ക് പഠിക്കാനുണ്ട്, അതിനെ ബേസ് ചെയ്ത് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു ചോദ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇത് കൂടാതെ ഈ വാദങ്ങൾ ഇങ്ങനെ തന്നിട്ട് ചേരുമ്പടി ചേർക്കാൻ വേണ്ടിയിട്ട് ഇത് ആരുടെ വാദമാണ് എന്ന് ചോദിക്കുന്ന ഒരു സെക്ഷനും കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്നും കാണാതെ പഠിച്ചു വെക്കേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ് നമ്മളിങ്ങനെ ഓർത്ത് വെക്കേണ്ട ആളുകളെന്ന് പറയാം. അപ്പം നമുക്കറിയാം ഗുണ്ടർട്ടാണ് ഇത് കണ്ടുപിടിച്ചതെന്ന്. അപ്പം ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള മറ്റൊരാളെന്ന് പറയുന്നത് ഉള്ളൂരാണ്. ഉള്ളൂരിനെ പോലെ തന്നെ ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള മറ്റൊരാൾ പി വി കൃഷ്ണൻ നായർ എന്ന് പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഗോദവർമ്മ, മറ്റൊന്ന് നടുവട്ടം ഗോപാലകൃഷ്ണ മാഷ്, മറ്റൊരാൾ KN എഴുത്തച്ഛൻ, പിന്നീട് ഇളംകുളം കുഞ്ഞൻപിള്ള, ഡോക്ടർ M ലീലാവതി, ഡോക്ടർ PK നാരായണപിള്ള, P ഗോവിന്ദപിള്ള, KG ശേഷയ്യർ, TA ഗോപിനാഥ് റാവു, നമ്മുടെ കോവുണ്ണി നെടുങ്ങാടി. ഇത്രയും പേരാണ് പൊതുവിൽ. പുതുശ്ശേരി രാമേന്ദ്ര മാഷിൻ്റെ പേരും ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ ചോദ്യങ്ങളിൽ വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് പോവാറുണ്ട്. എന്തായാലും ഇത്രയും പേരാണ് പൊതുവിൽ രാമചരിതത്തിലെ ഭാഷയെക്കുറിച്ച് കമൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഈ പേരുകളൊക്കെ നമുക്ക് മലയാള സാഹിത്യ ചരിത്രം പറയുമ്പോൾ, മലയാള ഭാഷയുടെ ഉൽപ്പത്തി പറയുമ്പോഴൊക്കെ നമ്മൾ ആവർത്തിച്ച് കേൾക്കാറുള്ള പേരുകളാണല്ലോ. ഇവരൊക്കെ തന്നെയാണ് രാമചരിതത്തെക്കുറിച്ചുള്ള പഠനത്തിലും മുൻകൈ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേരുകൾ പരിചിതമാകുന്നതിൽ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. മറിച്ച് അവരുടെ വാദങ്ങൾ ഓർത്ത് വെക്കുക എന്ന് പറയുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് കേട്ടോ. ഇതിൽ KG ശേഷയ്യരും TA ഗോപിനാഥ റാവുവും ഇവർ രണ്ടുപേരുമാണ് രാമചരിതത്തിലെ ഭാഷ എന്ന് പറയുന്നത് തമിഴ് ഭാഷയാണ് എന്ന ഒരു വാദം മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ പേര് ഓർത്തിരിക്കാനാണെങ്കിൽ കുറച്ച് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടേതല്ലാത്ത പേര് എന്ന് തോന്നുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യാം. ഓർക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ KG ശേഷയ്യരും TA ഗോപിനാഥ റാവുവും. ഇതിൽ തന്നെ ഗോപിനാഥ റാവു അല്പകാലത്തിന് ശേഷം കൂടുതൽ പഠനങ്ങൾ നടത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പോലും നമ്മുടെ രാമചരിതത്തിലെ ഭാഷയെ തമിഴാണെന്നോ മലയാള ഭാഷയാണെന്നോ പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല എന്നുള്ള മട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായത്തെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. എങ്കിൽ പോലും ആരാണ് തമിഴ് ഭാഷയാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന ചോദ്യം വന്നാൽ ഇവർ രണ്ടുപേരും തന്നെയാണ് അതിലെ ഉത്തരമെന്ന് പറയുന്നത്. ഉള്ളൂരാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐഡിയ മുന്നോട്ട് വെച്ചത്. ഇതൊരു മിശ്ര ഭാഷയാണെന്നോ അല്ലെങ്കിൽ ഒരു തമിഴ് കൃതിയാണെന്നോ ഒന്നും പറയാൻ പറ്റുന്ന ഭാഷാരൂപമല്ല രാമചരിതത്തിൽ കൊടുത്തിരിക്കുന്നത്. മറിച്ച് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അന്ന് സാഹിത്യം എഴുതാൻ ഉപയോഗിച്ചിരുന്ന, അന്നത്തെ സമയത്ത് പാട്ടുകൃതികൾ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ, അതായത് നമ്മൾ പറയില്ലേ സാഹിത്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അന്ന് നിലനിന്നിരുന്നു, ആ ഭാഷയാണ് രാമചരിതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഉള്ളൂർ പറയുന്നത്. രാമചരിതത്തിനെ കുറിച്ച്, അതിൻ്റെ ഭാഷയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഞാൻ ഓരോരുത്തരുടെ ആയിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും കാണില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ഫ്ലാഷ് കാർഡോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ട് ലോഗുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അത് താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അതിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ആക്സസ് ചെയ്യാമല്ലോ. അതിൻ്റെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. 2007 വന്നൊരു ചോദ്യമായിരുന്നു കേട്ടോ. രാമചരിത ഭാഷയിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. സംസ്കൃത വിഭക്തിൻ്റെ പദങ്ങളുണ്ട്, ദ്രമിഡ സംഘാതാക്ഷരം എന്ന വ്യവസ്ഥയുണ്ട്, സംസ്കൃത തത്സമ പദങ്ങളുണ്ട്, സംസ്കൃത തൽഭവ പദങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്തായാലും നമ്മൾ ആദ്യത്തെ 2 വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംസ്കൃതം ഉപേക്ഷിക്കുകയും തമിഴിൻ്റെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട്, ദ്രാവിഡ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ടുള്ള എഴുത്തു രീതിയാണ് പാട്ടുകൃതികൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന്. അപ്പം നമ്മൾ ലക്ഷണം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞിരുന്നു? ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം ദ്രാവിഡ അക്ഷരമാലയിലുള്ള അക്ഷരങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തിയുള്ളത് എന്ന് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സംസ്കൃത വാക്ക് എടുക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത്? സംസ്കൃത വാക്ക് അതുപോലെ എടുക്കുന്നതിന് പകരം നമുക്ക് ആര്യ ചതയു വരുത്തി നമ്മുടേതാക്കി മാറ്റിയിട്ട് വേണം എടുക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ തൽഭവങ്ങളായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, തൽസമങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമായിട്ടുള്ള
സംസ്കൃത വിഭക്തി ചേരാത്ത, സംസ്കൃത വിഭക്തി ചേരുന്നില്ല, കാരണം മണിപ്രവാളത്തിൽ നിന്ന് അതാണ് പാട്ടിനെ വ്യത്യസ്തമാക്കി നിർത്തുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, രാമചരിതത്തെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളതാണ്. അതിൽ ഗവേഷണ പ്രബന്ധം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഡോക്ടർ KM ജോർജ് ആണ് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് രാമചരിതം ആൻഡ് ഏർലി മലയാളം സ്റ്റഡീസ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് എവിടെയെങ്കിലും കുറിച്ച് വെച്ചോളണം. അത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. മാച്ച് ദി ഫോളോയിങ് വരുമ്പോഴേക്കും മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, നടുവട്ടം ഗോപാലകൃഷ്ണൻ മാഷ് എഴുതിയിട്ടുള്ള രാമചരിതവും പ്രാചീന ഭാഷാ വിചാരവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. അതും ഓർത്തു വയ്ക്കാവുന്നതാണ്. ഇനി ഇതേ കൃതിക്ക് വ്യാഖ്യാനങ്ങൾ ആരൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആദ്യം ഇതിൻ്റെ ഒരു വ്യാഖ്യാനം എഴുതിയത് ഉള്ളൂരാണ് കേട്ടോ. അപ്പോൾ ഉള്ളൂർ ഇത് പൂർണ്ണമായിട്ടും കണ്ടു കിട്ടുന്നതിന് മുമ്പ് ഏകദേശം ഒരു 30 പടലത്തോളം മാത്രം എടുത്തിട്ട് നമ്മുടെ പ്രാചീന മലയാള മാതൃകകൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു വോളിയം നടുവട്ടം ഗോപാലകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇറക്കിയിട്ടുള്ള ഒരു വോളിയം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ആദ്യ രൂപത്തിൻ്റെ എഡിറ്റർ ഉള്ളൂരായിരുന്നു. അപ്പോൾ ഈ പ്രാചീന മലയാള മാതൃകകൾ എന്ന് പറയുന്ന കൃതിയിൽ ആദ്യമായി രാമചരിതത്തിനെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ഉള്ളൂർ തന്നെയാണ്. പിന്നീടാണ് PV കൃഷ്ണൻ നായർ വന്നിട്ട് രാമചരിതം ഒരു വിമർശനാത്മക പഠനം എന്നുള്ള മട്ടിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആഴത്തിൽ രാമചരിതം എന്ന് പറയുന്ന കൃതിയെ മുൻനിർത്തിയുള്ള വായനയും വിമർശനങ്ങളും അതിൻ്റെ ഭാഷയും അതിൻ്റെ വിവിധ വശങ്ങളുമൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. PV കൃഷ്ണൻ നായർ എന്ന് പറയുന്ന പേര് രാമചരിതവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യാഖ്യാനവും വിമർശനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തു വെക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പേരാണ്. ഇത് ആവർത്തിച്ച് വരാറുള്ള മറ്റൊരു ചോദ്യവുമാണ് കേട്ടോ. പിന്നെ വരാറുള്ള പൊതുവായി ആവർത്തിക്കാറുള്ള ഒരു ചോദ്യം എന്താ വെച്ചാൽ രാമചരിതത്തിൻ്റെ പ്രസിദ്ധീകരണ കാലവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഇപ്പം രാമചരിതം എന്ന് പറയുന്ന കൃതി നമ്മൾ ആലോചിച്ചെടുത്ത് നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്, ഏത് നൂറ്റാണ്ടിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യം. പക്ഷേ നമുക്ക് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആകുന്ന രീതിയിലേക്ക് അതിനെ മുദ്രണം ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നുള്ളൂ. ഗുണ്ടർട്ട് 1910 സമയങ്ങളിലൊക്കെയാണ് ഈ പുസ്തകം കണ്ടെടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1917 ഈ കുറച്ച് മുമ്പ് പറഞ്ഞ പ്രാചീന മലയാള മാതൃകകൾ എന്ന് പറയുന്ന കൃതി പ്രസിദ്ധീകൃതമാകുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഉള്ളൂരാണ് അത് പ്രിന്റ് ചെയ്യാനായിട്ട് മുൻകൈ എടുത്തിട്ടുള്ളത്, പ്രാചീന മലയാള മാതൃകകൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു 30 പടലത്തോളം പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം അത് 1917 1925 പിന്നീട് ഒരു 82ഓളം പടലങ്ങൾ എടുത്തിട്ട് നമ്മുടെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ നേതൃത്വത്തിൽ അടുത്ത പുസ്തകം ഇറങ്ങുന്നത്. അതിനും പിന്നീട് തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ 1936 നമ്മുടെ ശ്രീ ചിത്രോദയ മഞ്ജരി ഭാഷാ ഗ്രന്ഥാവലി എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് സീരീസിൻ്റെ അകത്തെ 4ാം നമ്പർ ബുക്കായിട്ട് സമ്പൂർണ്ണമായി നമ്മുടെ രാമചരിതത്തെ പ്രിന്റ് ചെയ്ത് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും കാലം എടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലതും ബേസ് ചെയ്തിരിക്കുന്നത് പല താളിയോലകളെയാണ്, പലതും പല ഇടങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ PV കൃഷ്ണൻ നായർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലും ഇതിലെ അവസാനത്തെ കുറച്ച് ഭാഗങ്ങൾ പ്രക്ഷിപ്തമാണെന്നുള്ളതാണ്. അതായത് അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ളതല്ല, മറ്റാരോ എഴുതി ചേർത്തതാണ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ ആ കൃതിയുടെ ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത് ഇത് എഴുതിയിട്ടുള്ള ആളിൽ നിന്ന് കൃത്യമായി നമുക്ക് നേരിട്ട് കിട്ടിയിട്ടുള്ളതല്ല. താളിയോലകളിൽ പലയിടങ്ങളിൽ പലരായി പകർപ്പ് എഴുതി ഇങ്ങനെ വെച്ച് പല സ്ഥലങ്ങളിൽ നിന്നായി നമുക്ക് കണ്ടുകിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് പുസ്തകത്തിലെ ഏത് വേർഷനാണ് ഏറ്റവും ശരി എന്നുള്ള മട്ടിൽ നമുക്ക് തീർച്ചയില്ല. മറിച്ച് നമ്മൾ അതിൻ്റെ അകത്തെ അർത്ഥവും സാഹചര്യവും ഒക്കെ വെച്ച് ഇതായിരിക്കാം ശരി എന്ന നിഗമനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കറിയാം ആരാണ് രാമചരിതം എഴുതിയതെന്ന് വെച്ചാൽ നമ്മൾക്ക് കവിതയ്ക്കുള്ളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു ഹിന്റ് വെച്ച് നമ്മൾ ചീരാമൻ എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തുകയായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. പക്ഷേ ഈ ചീരാമൻ എന്ന് പറയുന്ന പേര് നമ്മളിപ്പോൾ എഴുതുന്ന പോലെ ഒരു കവിത എഴുതിയിട്ട് താഴെ ഇത് എഴുതിയിരിക്കുന്ന ആൾ ചീരാമനാണെന്ന് ഡയറക്റ്റ് എഴുതി വയ്ക്കുകയല്ല ചെയ്തിട്ടുള്ളത്, നമ്മൾ വായിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചീരാമൻ എന്ന് പറയുന്ന ആൾ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമാണ്. ഇതിനെക്കുറിച്ചും പല ആളുകൾ പല വിധത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചീരാമൻ എന്നാണ് അറിയുന്നതെങ്കിലും ചീരാമൻ എന്ന് പറയുന്ന ആൾ ഒരു രാജാവായിരുന്നു എന്ന അഭിപ്രായത്തിലേക്ക് എത്തിച്ചേരുന്നത് ഉള്ളൂരാണ്. ഉള്ളൂർ ആദ്യം പറയുന്നത് ശ്രീ വീരരാമവർമ്മയാണ് ഇത് എഴുതിയ രാജാവ് എന്നുള്ളതാണ്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണ് ഇത് എഴുതുന്നതെന്ന് പറയുമ്പോൾ രാമചരിതത്തിൻ്റെ ഫലശ്രുതിയുമായിട്ട് അത് ഒത്തുപോകുന്നുണ്ട്. അപ്പോൾ ഫലശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ രാമായണം വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്, രാമായണം കേൾക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്, മഹാഭാരതം വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയുണ്ട്, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് കേട്ടാൽ അല്ലെങ്കിൽ വായിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് ഫലശ്രുതി. അപ്പോൾ പഴയ കൃതികളിൽ
പ്രത്യേകിച്ച് പുരാണ ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതുന്ന കൃതികളിൽ ഫലശ്രുതിയും കൂടി എഴുതലുണ്ട് കേട്ടോ. നമ്മുടെ രാമചരിതത്തിന്റെ ഫലശ്രുതിയായിട്ട് പറയുന്നത് ഇകലിൽ വെന്റി വിളയും എന്നുള്ളതാണ്. അതായത് യുദ്ധത്തിലുള്ള ജയം എന്നുള്ള മട്ടിൽ. ഇകൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം യുദ്ധം എന്നാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, രാമായണത്തിലെ യുദ്ധകാന്ഡമാണ് രാമചരിതം ആശ്രയിച്ചിരിക്കുന്ന പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ഭടന്മാർക്ക് വേണ്ടി സാധാരണ ജനങ്ങൾ എന്നുള്ള മട്ടിൽ അവരിത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യുദ്ധാവേശം ഉണ്ടാവുകയും ജയമുണ്ടാവുകയും ചെയ്യുമെന്ന അർത്ഥത്തിലായിരിക്കാം ഈ ഫലശ്രുതി എഴുതിയിട്ടുണ്ടാവുക. അതുകൊണ്ട് ശ്രീരാമൻ ഒരു രാജാവായിരിക്കാം. ആ രാജാവ് ഇതിൽ ഒരുപാട് തവണ നമ്മുടെ അനന്തശയനം ചെയ്യുന്ന ഭഗവാനെ സ്തുതിച്ചിട്ടുള്ളത് കാരണം അത് തിരുവനന്തപുരത്തുള്ളൊരു രാജാവായിരിക്കാം. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്താണ് ഉള്ളൂർ ആ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ശ്രീ വീരരാമവർമ്മ എന്ന രാജാവാണ് ശ്രീരാമൻ എന്ന അഭിപ്രായം പുറപ്പെടുവിച്ചിട്ടുള്ളത് ഉള്ളൂരാണ്. പക്ഷേ ഇത് എല്ലാവരും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പതിവ് പോലെ ഇക്കാര്യത്തിലും സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ ആവണമെന്നില്ല എന്ന് ആർ നാരായണ പണിക്കർ എന്ന് പറയുന്ന നമ്മുടെ കേരള ഭാഷാ സാഹിത്യ ചരിത്രം എഴുതിയിട്ടുള്ള സാഹിത്യ ചരിത്രകാരൻ, നമ്മളോട് ഭാഷാ സാഹിത്യ ചരിത്രകാരൻ പറയുകയും അദ്ദേഹം ഉള്ളൂരിൻ്റെ വാദത്തെ ഖണ്ഡിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വാദം കുറച്ചും കൂടി രസകരമായിരുന്നു. ശ്രീരാമൻ എന്നുള്ള വാക്ക് ശ്രീരാമൻ എന്ന വാക്കിൻ്റെ തന്നെ അകത്തുനിന്ന് വന്നിട്ടുള്ളതാണെന്ന് എന്താണ് നിർബന്ധം? ശിവരാമൻ എന്ന വാക്കിൽ നിന്നായിക്കൂടെ എന്ന് അദ്ദേഹം തിരികെ ചോദിക്കുകയാണ്. പക്ഷെ എന്തുകൊണ്ടോ നാരായണ പണിക്കർ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പല പോയിന്റുകളും ഉള്ളൂരിനെ ഖണ്ഡിക്കുക എന്നിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് വലിയ പോയിന്റ് ഒന്നും ഇല്ലാത്തതായിരുന്നത് കൊണ്ട് ഈ വാദം തള്ളിപ്പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് പറയാൻ, നമുക്കതും പഠിച്ചേ പറ്റുള്ളൂ അല്ലേ. പിന്നെ മറ്റൊരു വേർഷൻ വന്നിട്ടുള്ളത് പി ഗോവിന്ദപിള്ളയുടേതാണ്. അദ്ദേഹം പറഞ്ഞത് ആദിത്യവർമ്മ രാജാവാകാം എന്നുള്ളതാണ് കേട്ടോ. അതും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ മുൻനിർത്തിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദിത്യവർമ്മ എന്ന് പറയുന്ന രാജാവായിരിക്കാം നമ്മുടെ ശ്രീരാമൻ എന്ന് പറയുന്ന കവി എന്നുള്ള മട്ടിലേക്ക് ഒരു കോൺസെപ്റ്റ് വന്നു. അപ്പം മൊത്തത്തിൽ ശ്രീരാമൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീ വീരരാമവർമ്മയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശിവരാമൻ എന്ന് പറയുന്ന ഒരു കവി ആയിക്കൂടെ എന്ന് വരുന്നുണ്ട്. ആദിത്യവർമ്മയാണെന്ന് പറയുന്നുണ്ട്. ഇതിലേതാണ് ശരിയെന്ന് കൃത്യമായിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും തർക്കങ്ങൾ തുടരുന്ന ഭാഗമാണ്. അപ്പം നമുക്ക് എന്തറിയാം, എഴുതിയിട്ടുള്ളത് ഒരു ശ്രീരാമനാണ് എന്നറിയാം. ശ്രീരാമൻ അത് എഴുതിയിട്ടുള്ളത് സാധാരണ ജനങ്ങളുടെ ഭാഷയിലായിരുന്നു എന്നും അത് വായിച്ചു കഴിയുകയാണെങ്കിൽ അദ്ദേഹം തന്നെ വിചാരിക്കുന്നത് അത് അതിൻ്റെ ഫലശ്രുതി എന്ന് പറയുന്നത് യുദ്ധത്തിലൊക്കെ വിജയം വരിക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അത് യുദ്ധകാന്ഡം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ളതാണല്ലോ. എനിക്കൊരു ധാരണയില്ല നിങ്ങളിൽ എത്ര പേർക്കാണ് ഇത് കൃത്യമായിട്ട് ഉപകാരപ്രദമാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാണെങ്കിൽ, ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഗുണമാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തടുത്ത പോർഷൻസിൻ്റെ അകത്തുനിന്നും ഇതുപോലെ ആവർത്തിക്കുന്ന ചോദ്യങ്ങളും മിസ് ഔട്ട് ചെയ്തു പോകുന്ന പോയിന്റുകളും എങ്ങനെ ഏത് രീതിയിൽ ഏതൊക്കെ പോർഷൻസ് ആണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യവും പറയുന്ന തുടർ വീഡിയോകൾ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമാകുമെന്ന് തോന്നുന്ന മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിയോജിപ്പുകളുണ്ടെങ്കിൽ വിമർശനങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ താഴെ പറയുക. ഞാൻ പറയാതെ വിട്ടുപോയ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഏതെങ്കിലും ഏരിയകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇന്ന് സംസാരിക്കാനുള്ളത്. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ മണിപ്രവാളം എന്താണ് എന്നും മണിപ്രവാളത്തിലെ പ്രധാനപ്പെട്ട കൃതികൾ എന്താണെന്നും പ്രാചീന മണിപ്രവാളവും അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതും ചമ്പുക്കളും അങ്ങനെ മണിപ്രവാളവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ രസകരമായി പറഞ്ഞു പോകുന്ന മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.